അങ്ങനെയാണ് അവിടെ നിന്നുള്ള ആളുകളുടെ ഒരു വിവരവും അതുപോലെ മാധ്യമങ്ങളിൽ നിന്ന് ലഭിക്കുന്ന വിവരവും ഇന്നലെ വാദം കേട്ട് ഇന്ന് വിധിക്ക് പറഞ്ഞാൽ മിക്കവാറും കിട്ടാനാണ് സാധ്യതയെന്ന് വിചാരിക്കുന്നു. കോടതിയുടെ മുമ്പിൽ ഈ സിസ്റ്റർമാരുടെ നിരപരാധിത്വം വാദിക്കാനും തെളിയിക്കാനും കഴിഞ്ഞിട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്നു. ഇപ്പോൾ പ്രോസിക്യൂഷനെ കെട്ടിച്ചമച്ച കേസാണ്, അടിസ്ഥാനരഹിതമായ കേസാണ്. മനസ്സിലാക്കുന്ന ഇപ്പോൾ ഈ വീട്ടിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിച്ചത് ഈ സിസ്റ്റർമാരെ കയ്യേറ്റം ചെയ്ത അവിടുത്തെ ബജരംഗദളിന്റെ നേതാവായ വനിത 28 കേസിൽ വാറന്റുള്ള പിടികിട്ടാപ്പുള്ളിയാണ് പോലീസിന്റെയും അധികാരികളുടെയും മുമ്പിൽ. അവിടുത്തെ ഗവൺമെന്റ് നിയമവാഴ്ചയ്ക്ക് എന്തെങ്കിലും വില കൽപ്പിക്കുന്നെങ്കിൽ ആ പ്രതിയെയാണ് ആദ്യം പിടികൂടേണ്ടത്, അവരെയാണ് ജയിലിലേക്കേണ്ടത്. മറിച്ച് നിരപരാധികളായ സേവനം മാത്രം മുഖമുദ്രയാക്കി പ്രവർത്തിക്കുന്ന ലാളിത്യത്തിന്റെയും വിനയത്തിന്റെയും സ്നേഹത്തിന്റെയും ശൈലിയിലാണ് നമ്മളുടെ സിസ്റ്റർമാർ പ്രവർത്തിക്കുന്നത്. ഒരു വിദ്യാഭ്യാസ രംഗത്തും അതിരെ ശുശ്രൂഷ രംഗത്തുമാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. യാതൊരു ലാഭേച്ഛയുമില്ലാതെ പാവപ്പെട്ടവരുടെ ഇടയിൽ അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന സിസ്റ്റർമാരെ ഇങ്ങനെ കാരാഗ്രഹത്തിൽ അയച്ചത് വളരെ തെറ്റായൊരു നടപടിയാണ്. അതിലുള്ള വലിയ വേദനയിലും പ്രതിഷേധത്തിലും പങ്കുചേരുന്നു. ഈ വീട്ടുകാരുടെ പ്രയാസം മനസ്സിലാക്കുന്നു. സഹോദരനെ കണ്ടു, ഇനി മറ്റു സഹോദരന്മാരെയും അതുപോലെ അമ്മയെയും കാണണം. വൃദ്ധമാതാവിന്റെ വേദനയും ഉത്കണ്ഠയും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇവിടുത്തെ വന്ദന സിസ്റ്ററിന്റെ പ്രത്യേകത, സിസ്റ്റർ ചെറിയ അസുഖമല്ല, ഷുഗറിന്റെയും കാലിന്റെ മുട്ടിന്റെ വേദനയുമുള്ള സിസ്റ്ററാണ്. ആ സിസ്റ്ററെയാണ് ജയിലിലടച്ചിട്ടുള്ളത്. നേരത്തെ തന്നെ ജാമ്യം, ഈ കേസ് അടിസ്ഥാനരഹിതമാണ്, കെട്ടിച്ചമച്ചതാണ്, മനഃപൂർവ്വം കെട്ടിച്ചമയ്ക്കുന്ന കേസുകളാണ്. ഇതിന് ഗവൺമെന്റ് ഉത്തരം പറയണം. കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളാണ് യഥാർത്ഥത്തിൽ ജനങ്ങളുടെ കോടതിയിൽ പ്രതിക്കൂട്ടിൽ നിൽക്കുന്നത്. നിയമത്തെ ദുർവ്യാഖ്യാനം ചെയ്ത് ഭരണസ്വാധീനത്തിൽ നിരപരാധികളെ പീഡിപ്പിക്കുന്ന ഈ നടപടിയിലുള്ള ഉത്കണ്ഠയും പ്രതിഷേധവും ആകാംക്ഷയും അതിശക്തമാണ്. അത് കണ്ട് അധികാരികൾ കണ്ണു തുറക്കുക തന്നെ ചെയ്യണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. മതപരിവർത്തന നിയമമാണല്ലോ ഇന്നത്തെ ചുമത്തി പിന്നീട് അത് തന്നെ കോടതിയിലേക്ക് മാറിയത്. ഈ നിയമങ്ങളെ ഇത്തരത്തിൽ ദുരുപയോഗം ചെയ്യുന്നു, അത് ഒരു അപകടകരമായ സാഹചര്യമല്ലേ? അതെ, ഇത് കൈകാര്യം ചെയ്യുന്ന ആളുകളുടെ മനസ്സാണ് എങ്ങനെ വ്യാഖ്യാനിക്കണം. അടിസ്ഥാനരഹിതമായ ആക്ഷേപങ്ങൾ. സത്യത്തിൽ എന്താണ് ഈ പെൺകുട്ടികളുടെ പേരൻസ് പറയുന്നു? ഞങ്ങളെ ആരും പ്രേരിപ്പിച്ചോ അല്ലെങ്കിൽ മതപരിവർത്തനത്തിനോ അല്ല, ജോലിക്കാണ് പോയത്. അപ്പോൾ വന്ദന സിസ്റ്ററുടെ സഹോദരി അവിടെ തന്നെ ദൂരസ്ഥലത്ത്, അതേ സംസ്ഥാനത്ത് തന്നെ വേറൊരു കോൺവെന്റിലെ സിസ്റ്ററാണ്. ഇങ്ങനെ ഈ കുട്ടികൾക്ക് ജോലിയില്ലാത്ത, വിദ്യാഭ്യാസമില്ലാത്ത ആളുകൾക്ക് ജോലി വാഗ്ദാനം ചെയ്ത് ശമ്പളം ഉറപ്പുവരുത്തി അങ്ങനെയാണ് ഈ കുട്ടികളെ കൊണ്ടുപോകുന്നത്. അതിലൊരു നിയമലംഘനവുമില്ല, നിയമാനുസൃതമാണ്, മനുഷ്യത്വപരമാണ്, നന്മയുടെ ഒരു പ്രവൃത്തിയാണ്. അതിനെയാണ് ഇങ്ങനെ ദുർവ്യാഖ്യാനം ചെയ്ത് നിയമത്തെ ദുരുപയോഗം ചെയ്ത് ഇത്തരത്തിൽ പീഡനത്തിന് ഈ സിസ്റ്റർമാരെ വിധേയരാക്കിയിട്ടുള്ളത്. അവര് ധരിക്കുന്ന വസ്ത്രത്തോടും അവരുടെ നിലപാടോടും ബഹുമാനിക്കുന്നതിന് പകരം അവരെ അവഹേളിക്കുന്നതിനും ആക്ഷേപിക്കുന്നതിനും നടത്തുന്ന ശ്രമങ്ങൾ വളരെ വളരെ അധിക്ഷേപാർഹമാണ്. സഭ വലിയ പ്രതിഷേധത്തിലേക്ക് കടന്നു. സഭാ അധ്യക്ഷന്മാർ തന്നെ വലിയ വിമർശനം ഉന്നയിക്കുന്നു. മുൻപിതായിരുന്നില്ല സാഹചര്യം. നേരത്തെ ക്രിസ്മസിനായാലും മറ്റു ഈസ്റ്ററിനായാലും വിരുന്നുകൾ ഉണ്ടാകാറുണ്ടായിരുന്നു. സഭാനൃത്തം പ്രതിഷേധത്തിലേക്ക് കടക്കുന്ന സാഹചര്യം എന്താണ് KPCC? ഇത് ആദ്യമേ തന്നെ ഇത് ഒറ്റപ്പെട്ട സംഭവമല്ലല്ലോ. ജബൽപൂരിലും ഒഡീഷയിലും ഉണ്ടായിട്ടുണ്ട്. അച്ഛന്മാരെ പോലീസിന്റെ മുമ്പിൽ വെച്ചാണ് ആക്രമിച്ചത്. ഫാദർ സാൻസാമിയുടെ സാഹചര്യം നമുക്കെല്ലാവർക്കും അറിയാം. ജയിലിൽ അദ്ദേഹത്തിന് ഭക്ഷണം പോലും കൊടുക്കാതെയാണ് പീഡിപ്പിച്ചത്. ഗ്രാം സ്റ്റെയിൻസിന്റെ അനുഭവം അറിയാം. മക്കളെയും അദ്ദേഹത്തെയും ചുട്ടുകരിച്ച വാഹനത്തിലിട്ട് ചുട്ടുകരിച്ച പ്രതികൾക്ക് ജയിൽ മോചനം നൽകി അവർക്ക് സ്വീകരണമൊരുക്കിയ സംഘടന തന്നെയാണ് ഇപ്പോൾ ഈ സിസ്റ്റർമാരെയും പ്രതിക്കൂട്ടിലാക്കിയിട്ടുള്ളത്. അതിന്റെ നിലപാടുകളുടെ വൈരുദ്ധ്യവുമെല്ലാം അറിയുന്നവരാണ്, വിവേകമുള്ളവരാണ്, വിവരമുള്ളവരാണ് നമ്മുടെ രാജ്യത്തെ, പ്രത്യേകിച്ച് കേരളത്തിലെ പൌരന്മാരും സഭാ നേതാക്കന്മാരും. അവര് ഇത്തരത്തിലുള്ള തെറ്റായ സമീപനങ്ങളിലോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രലോഭനങ്ങളിലൊന്നും അവർ പെടില്ല. അവർക്ക് കാര്യങ്ങളെ വകതിരിവോടെ വീക്ഷിക്കാനും സത്യസന്ധമായിട്ട് വിലയിരുത്താനുമുള്ള എല്ലാ പരിചയവും കഴിവും അതിനുള്ള എല്ലാ
ബുദ്ധിശക്തി അവർക്കുണ്ട്. അല്ല, അന്നൊന്നും ഇത്ര വലിയ പ്രതിഷേധം നമ്മളിവിടെ കണ്ടില്ല. കേരളത്തിൽ രണ്ടുപേര് എത്തേണ്ടി വന്നു ഇങ്ങനെ ഒരു പുനർചിന്തനത്തിന്, വലിയ പ്രതിഷേധത്തിലേക്ക് കടക്കേണ്ടി വരാം. ഡെവലപ്മെന്റ്സ് ആണല്ലോ ഓരോ കാര്യങ്ങളിലേക്ക് നയിക്കുന്നത്. ഇതാരും പ്രതീക്ഷിക്കാത്ത ഒരു ഡെവലപ്മെന്റ് തന്നെയല്ലേ. ഞങ്ങൾ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു, ജബൽപൂരിലുണ്ടായ സംഭവം എന്താണ്, ഞാൻ വീണ്ടും ആവർത്തിക്കേണ്ട ആവശ്യമില്ല. മറക്കാൻ ആളുകൾ ശ്രമിച്ചാലും മറക്കാൻ കഴിയാത്ത സംഭവങ്ങളുണ്ട്. ആ സംഭവങ്ങളുടെ റിപ്പീറ്റേഷനാണിത്. ഇപ്പോഴും ഈ ബി.ജെ.പി. നേതൃത്വം ഇങ്ങനെ അരമനകൾ കയറി ഇറങ്ങുന്നത് അവരെ ഏതെങ്കിലും തരത്തിൽ സ്വാധീനിക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമാണ്. അത് അവരാണ് ഉത്തരം പറയേണ്ടത്. ആ ദുസ്വാധീനത്തിലൊന്നും ആരും പെടില്ല. അങ്ങനെ ആരെയെങ്കിലും സ്വാധീനിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അത് ദുഷ്ടലാക്കോടെയാണെന്ന് അവർ തന്നെ സമ്മതിക്കേണ്ടി വരുന്ന നിലപാടുകളും നടപടികളുമാണ്, സംഭവങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ഇതിന്റെ അകത്ത് രാഷ്ട്രീയ അധികം കലർത്താനും ഉദ്ദേശിക്കുന്നില്ല. ഇപ്പൊ ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ ഛത്തീസ്ഗഡിലേക്കൊക്കെ പോകുന്നുണ്ട്. അപ്പൊ അവരുടെ ഇടപെടലുകൾ നടത്തുന്നു എന്ന് അവർ പറയുന്നു. അതിലെന്തെങ്കിലും ആത്മാർത്ഥതയുള്ളതായിട്ട് തോന്നുന്നുണ്ടോ? ഈ കോടതി കാര്യങ്ങളിൽ അങ്ങനെ നിങ്ങൾ ആ ചോദ്യത്തിൽ നിന്ന് തന്നെ ഉത്തരം അതിന്റെ അകത്തുണ്ട്. കോടതി കാര്യങ്ങളിൽ അങ്ങനെ പുറത്തുനിന്ന് ഇടപെട്ടിട്ട് കാര്യമുണ്ടോ? ആഭ്യന്തരമന്ത്രി ഈ ജാമ്യാപേക്ഷ എതിർക്കില്ല എന്നൊരു വാദം കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. അങ്ങനെ പറഞ്ഞുകൊണ്ട് കാര്യമുണ്ടോ? ഇന്നലെ ജാമ്യാപേക്ഷയെ എതിർക്കാണല്ലോ ചെയ്തത്. പ്രോസിക്യൂട്ടറാണ്, ആഭ്യന്തരമന്ത്രിയല്ല. ഗവൺമെന്റ് ലീഡർ പ്രോസിക്യൂട്ടറാണ് കോടതിയിൽ ഹാജരാകുന്നത്. അദ്ദേഹം ഒപ്പോസ് ചെയ്യാണ് ചെയ്തതെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. മാധ്യമങ്ങളാണത് റിപ്പോർട്ട് ചെയ്തത്. ജാമ്യാപേക്ഷ എതിർക്കുക തന്നെ. കോടതി അതിന്റെ വസ്തുതകൾ പരിശോധിച്ച്, നിയമം പരിശോധിച്ച്, വിശകലനം ചെയ്ത് ജാമ്യം നിഷേധിക്കേണ്ട ഒരു കേസല്ല ഇത്. അവർക്ക് നമ്മളെ സുപ്രീം കോടതിയുടെ വളരെ വിഖ്യാതമായ വിധികൾ തന്നെ ബെയിൽ നോട്ട് ജയിൽ എന്നുള്ളതാണ്. അപ്പോൾ സിസ്റ്റർമാർക്ക് ബെയിലാണ് നൽകേണ്ടത്, ജയിലല്ല.